നാമെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാൻ അറിയാം എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലെ ചിന്ത. എന്നാൽ ഇന്നത്തെ വചനം നമ്മളോട് സംസാരിക്കും എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടുന്നത്, പ്രാർത്ഥനയിലുള്ള രഹസ്യം എന്താണ്, ഒരു ദൈവ പൈതൽ പ്രാർത്ഥിക്കേണ്ടുന്നത് എவ்விதമാണ് എന്നതിനെ കുറിച്ച് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഒരു ദൈവ പൈതൽ മറ്റെന്തിനേക്കാളും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു സത്യം പ്രാർത്ഥിക്കുക എന്നതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്ക് പലരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ആൻറ്റി ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കാത്തതെന്ന്. പലരും പറയാറുണ്ട്, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കാത്തത് എന്ന്. എൻ്റെ പ്രിയരെ, നമുക്കൊരു വേദഭാഗം വായിച്ചുകൊണ്ട് നമുക്ക് അല്പനിമിഷം ചില കാര്യങ്ങൾ കർത്താവിൻ്റെ വചനത്തിലൂടെ ചിന്തിക്കാം. കർത്താവിലവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. കർത്താവേ, യോഹന്നാൻ എൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ. പ്രിയ ദൈവ പൈതലെ, നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം, ഒരു ദൈവ പൈതലിന്റെ ആ പ്രാർത്ഥനയിലുള്ള ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, പ്രിയരെ, കാഹളം ധ്വനിച്ചാൽ കർത്താവിനോട് കൂടെ പോകണം. ഇത് ഒറ്റ ചിന്തയാണ് നമുക്കുള്ളത്. എപ്പോൾ അരുമനാഥന്റെ കാഹളത്തിന്റെ ശബ്ദം കേൾക്കും, അരുമനാഥനോട് കൂടെ പോകണം എന്നുള്ള ചിന്തയാണ് നമുക്കുള്ളത്. എന്നാൽ ഇവിടെ പ്രിയ ദൈവമക്കളെ, നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ അതായത് അകത്തെ മനുഷ്യൻ പൂർവാധികം ശക്തിപ്പെടണം. അകത്തെ മനുഷ്യൻ പൂർവാധികം ശക്തിപ്പെടണം. നമുക്ക് ദൈവമക്കളെ ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? കർത്താവേ, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ. ഇരിക്കുന്ന കിടത്ത് എല്ലാ ദൈവമക്കളും ഒരുപോലെ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടപ്പ, അങ്ങയുടെ തിരു രക്തത്താലെ എന്നെ കഴുകണമേ എന്ന്. ഇന്ന് രാത്രികാലം കർത്താവിന്റെ